വേഗത്തിൽ നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ഉടൻ. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ ഇന്ത്യ സന്ദർശനം വളരെ വേഗം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരുപക്ഷവും വിശദാംശങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും കാഠ്മണ്ഡുവിലെ വൃത്തങ്ങൾ ANIയോട് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് ബാലൻ എന്നറിയപ്പെടുന്ന ബാലേന്ദ്ര ഷാ ന്യൂഡൽഹി സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ന്യൂഡൽഹി സന്ദർശിക്കാനെത്തും. എന്നിരുന്നാലും സന്ദർശന തീയതികൾ ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല. സന്ദർശനം വളരെ വേഗത്തിൽ നടക്കും. സന്ദർശനത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും അന്തിമമായി തീരുമാനിച്ചിട്ടില്ലെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി. അജണ്ടയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സന്ദർശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വൃത്തങ്ങൾ പ്രതികരിക്കാൻ വിസമ്മതിച്ചു. 2026 മാർച്ചിൽ അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. പുതുതായി നിയമിതരായ നേപ്പാളി പ്രധാനമന്ത്രിമാർ 2 അയൽക്കാരിൽ ഒരാളെ ആദ്യ ഉഭയകക്ഷി ലക്ഷ്യസ്ഥാനമാക്കുന്ന ദീർഘകാല രീതിക്ക് വിരുദ്ധമായി അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം ഇന്ത്യയോ ചൈനയോ സന്ദർശിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പകരം നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ ഇരു രാജ്യങ്ങളിലേക്കും സന്ദർശനം നടത്തി. കഴിഞ്ഞ മാസം വിദേശകാര്യമന്ത്രി S ജയശങ്കറെ ക്ഷണപ്രകാരം വിദേശകാര്യമന്ത്രി ഖനാൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. സന്ദർശന വേളയിൽ വികസനം, സഹകരണം, കണക്ടിവിറ്റി, വ്യാപാരം, ഗതാഗതം, ഊർജം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെ ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ മുഴുവൻ സ്പെക്ട്രവും ഇരുപക്ഷവും അവലോകനം ചെയ്തു. സന്ദർശനത്തിന്റെ പ്രധാന ഫലങ്ങളിൽ 2015 ശേഷമുള്ള ഭൂകമ്പ പുനർനിർമ്മാണ സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ 72 ആരോഗ്യ സൗകര്യങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും ഇന്ത്യ കൈമാറി. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള ബന്ധത്തിന് ഇരുപക്ഷവും തുടക്കമിട്ടു. വ്യക്തിഗത പണമടയ്ക്കൽ സുഗമമാക്കുന്നതിനായി ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിൽ ശബ്ദ ആദ്യ ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോമിനായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്നതിനും ഇരുപക്ഷവും സാക്ഷ്യം വഹിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ഇന്ത്യൻ നേതാക്കളുമായുള്ള ലാമിച്നയുടെ കൂടിക്കാഴ്ചകൾ നേപ്പാളിന്റെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തുവെന്ന് സൂചിപ്പിച്ചിരുന്നു. കാഠ്മണ്ഡുവുമായുള്ള ബന്ധത്തിന്റെ ന്യൂഡൽഹി ഉയർന്ന മുൻഗണന നൽകുന്നത് തുടരുന്നുവെന്നും ഇത് അടിവരയിടുന്നു. ലാമിച്നെ തിരിച്ചെത്തിയ ഉടൻ തന്നെ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ ന്യൂഡൽഹിയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തി. മന്ത്രി ഖനാലും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ നിരവധി പ്രാഥമിക കരാറുകളിൽ കലാശിച്ചു. നേപ്പാളിന്റെ പുതിയ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് കീഴിൽ സഹകരണത്തിലേക്കുള്ള യോജിപ്പുള്ള തുടക്കത്തെയാണ് ഈ പ്രാരംഭ ധാരണകൾ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും അതിർത്തി തർക്കം പോലുള്ള നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഉഭയകക്ഷി ബന്ധങ്ങളെ നീളിക്കുന്നുണ്ട്. RSP നേതൃത്വവും നിലവിലെ സർക്കാരും ഇന്ത്യൻ എതിരാളികളുമായി ഈ വിഷയത്തിൽ എന്ത് പ്രത്യേക ചർച്ചകൾ നടത്തിയെന്നോ അവർക്ക് എന്ത് പ്രതികരണമാണ് ലഭിച്ചതെന്നോ വ്യക്തമല്ല. കാരണം ഇരുപക്ഷവും അവരുടെ പരമ്പരാഗത നിലപാടുകൾ പരസ്യമായി നിലനിർത്തിയിട്ടുണ്ട്. മാറിയ ഈ സാഹചര്യത്തിൽ ഇന്ത്യയും നേപ്പാളും തങ്ങളുടെ നിലവിലെ മുൻഗണനകളും കാതലായ ആശങ്കകളും വ്യക്തമായി നിർവചിക്കേണ്ടതുണ്ട്. നേപ്പാൾ ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട്. പരസ്പരം അംഗീകരിക്കപ്പെട്ടതും നന്നായി നിർവചിക്കപ്പെട്ടതുമായ ഒരു അജണ്ട ആവശ്യമാണ്. വൈകാരിക വാക്കുകളോ മുൻവിധികളോ അല്ല, മറിച്ച് ഘടനാപരമായ അജണ്ടകളിലാണ് ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത്. ചില പാരമ്പര്യ പ്രശ്നങ്ങൾ ഇരുപക്ഷത്തിനും ഇപ്പോൾ പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് തെളിഞ്ഞാൽ ഇരു രാജ്യങ്ങളും അവ താൽക്കാലികമായി മാറ്റിവെക്കാൻ തയ്യാറാകണം. ഇന്ത്യ ഒരു വളർന്നുവരുന്ന ആഗോള ശക്തിയാണെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിൽ നേപ്പാളിന് യാതൊരു സംശയവുമില്ല. അതുപോലെ നേപ്പാളിന്റെ പരമാധികാരവും തന്ത്രപരമായ സ്വയംഭരണവും അംഗീകരിക്കാൻ ഇന്ത്യ ഒരിക്കലും തത്വത്തിലോ വിസമ്മതിച്ചിട്ടില്ല. അങ്ങനെയിരിക്കെ ഈ ബന്ധം സുഗമമായി മുന്നോട്ടു പോകാതിരിക്കാൻ വസ്തുനിഷ്ഠമായ കാരണങ്ങളൊന്നുമില്ല. ആത്മനിഷ്ഠമായ ഉത്കണ്ഠകളിൽ നിന്നും രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹ്രസ്വകാലമാണ്. അവ നല്ല ഫലങ്ങൾ നൽകുന്നില്ല. അധികാര മേധാവിത്വത്തിന്റെയോ ചെറിയ സംസ്ഥാനങ്ങളുടെ ദുർബലതയുടെയോ സങ്കീർണതകൾക്ക് മുകളിൽ ഉയർന്നു വന്ന് ബന്ധങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ രൂപപ്പെടുത്തുക എന്നതാണ് ഇരു രാജ്യങ്ങളിലെയും പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള ഏക മാർഗം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.